ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെ പി ടേസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലുള്ള ചേരുവ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ലറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാൽ നമുക്കൊന്നും നോക്കേണ്ടതില്ല. വീട്ടിൽ തന്നെ ചോറെല്ലായിടത്തും ബാക്കി ഉണ്ടാകുമല്ലോ. നമുക്കൊരു കപ്പ് ചോറെടുത്തുകൊണ്ട് കട്ലറ്റ് ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 3 സ്പൂൺ മുളകും 10 ചെറിയുള്ളിയുമാണ്. നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തു. നാം അരച്ചെടുത്ത ഈ ബാറ്റർ കുറച്ച് അയവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറ് അതുപോലെ തന്നെ ചേർക്കാം. പിന്നീട് ഞാനിവിടെ ചേർക്കുന്നത് 3 കഷ്ണം ബ്രെഡാണ്. ബ്രെഡ് കഷ്ണങ്ങളൊക്കെ നമുക്കിങ്ങനെ തന്നെ മുറിച്ചിടാം. ഇതിൻ്റെ അരികൊന്നും പോക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇതിലേക്ക് യോജിപ്പിക്കാം. പിന്നെയും നമ്മുടെ ബാറ്റർ അയഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വറുത്ത പച്ചരിപ്പൊടി ഉണ്ടാവില്ല, നമ്മുടെ പത്തിരിപ്പൊടി, അതിൽ 2 സ്പൂൺ എടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കൂടാതെ ഉപ്പും ചേർത്ത് നമുക്കതൊന്നുകൂടെ ഇളക്കാം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ഇതൊന്നിങ്ങനെ വേണ്ട ഷേപ്പിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ചതുര ഷേപ്പിലാണ് കാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓവൽ ഷേപ്പോ റൗണ്ടിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. നമ്മളിതെല്ലാം ഇങ്ങനെ ചതുര ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. നമുക്ക് ഈ കട്ലറ്റിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ പല മസാലകളും ചേർക്കാവുന്നതാണ്. ഇത് ഓരോന്നും ഇങ്ങനെ മീഡിയം തീയിൽ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് നല്ല മൊരിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇതുപോലെ നമുക്ക് മുകൾ ഭാഗം മൊരിഞ്ഞ് കിട്ടും. നമുക്കിതിനി ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്കിടാം. ഇത്രയും കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ ഈസിയായി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ കട്ലറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് വറുത്തെടുത്തതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ച് ഇതിലേക്കിട്ട് മൊരിയിച്ചെടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗം മറിച്ചിടാവൂ. അങ്ങനെ 2 പ്രാവശ്യം മറിച്ചിട്ടാൽ മതിയാകും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായ ഈ സ്നാക്സ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞ് മൊത്തം 13 എണ്ണമുണ്ട്. 1 കപ്പ് ചോറ് കൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാമെങ്കിൽ നമ്മൾ എന്തിനും മടിച്ച് നിൽക്കണം, വേഗം ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇത് കണ്ടു നിന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.